എല്ലാവർക്കും നമസ്കാരം. നമ്മൾ AMPയുടെ വോളിയം 7ലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ കണ്ടതിനെ തുടർന്ന് ഇനി ഗ്രെയിനിൻ്റെ ഡ്രൈയിങ് വരെയാണ് നമ്മൾ കണ്ടത്. ഇനി ഡ്രൈയിങ്ങിന് ശേഷം അതിൻ്റെ പ്രോസസ്സിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. റൈസ് പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. കാരണം പാഡിയാണല്ലോ നമ്മുടെ മുഖ്യ വിള എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് റൈസ് പ്രോസസ്സിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഡീഷെല്ലിംഗ് ഓഫ് പാഡി അങ്ങനത്തെ കാര്യങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ഡീഷെൽ ചെയ്തതിന് ശേഷം നമുക്കതിൽ നിന്ന് അരി കിട്ടും. ആ അരിനെ വൈറ്റനിങ് ചെയ്യുന്നത് എങ്ങനെ, അതിനുപയോഗിക്കുന്ന മെഷീനറീസാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ പരിചയപ്പെടുന്നത്. പിന്നെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പാർബോയിലിംഗ് ഓഫ് പാഡി എന്ന് പറഞ്ഞിട്ട് അത് നോക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസ് പ്രോസസ്സിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാം. അപ്പം അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 3 ടേംസ് നിങ്ങൾക്ക് സ്ഥിരം പരിചയമുള്ളതാണ്, എങ്കിലും ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ, ഉമി എന്ന് പറയുന്നതാണ് നമ്മൾ നെല്ലെടുക്കുമ്പോൾ നെന്മണിയുടെ പുറത്തുള്ള ആ ബ്രൗൺ കളറുള്ള അതിനെയാണ് നമ്മൾ ഉമി എന്ന് പറയുക. ആ ഉമീനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഹസ്ക്, HUSK, ഹസ്ക് എന്ന് പറയും. അപ്പം ഹസ്ക് എന്ന് പറഞ്ഞാൽ ഔട്ടർ കോട്ടിംഗ് എന്ന് പറയാം. നെന്മണിയുടെ പുറത്തുള്ള ആ ഔട്ടറായിട്ടുള്ള ആ ഇതിനെയാണ് ഒരു തൊണ്ട് പോലുള്ള ഭാഗം, അതിനെയാണ് നമ്മൾ ഹസ്ക് എന്ന് പറയുന്നത്. അതേസമയം അരിയുടെ പുറത്ത് ഒരു ബ്രൗൺ ലെയർ പോലെ ആയിട്ട് കാണാം അല്ലേ, നമ്മൾ അതിനെയാണ് നമ്മൾ തവിട് എന്ന് പറയുക അല്ലേ. തവിടിനെ പറയുന്ന പേരാണ് ബ്രാൻ, BRAN, ബ്രാൻ എന്ന് പറഞ്ഞാൽ തവിടാണ്. അപ്പം ഹസ്കും ബ്രാനും. ഈ ഹസ്കിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീഷെല്ലിംഗ് എന്ന് പറയുന്നത്. ആ ഡീഷെല്ലിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസിനെയാണ് ഷെല്ലേഴ്സ് അല്ലെങ്കിൽ ഹസ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ഡീഷെല്ലിംഗ് ഓഫ് പാഡിയിൽ ആദ്യമായിട്ട് വരുന്നത് ഹസ്ക്. ദ ഷെൽ കവറിംഗ് ദ റൈസ് ഗ്രെയിൻ കേർണൽ ഈസ് നോൺ ആസ് ഹസ്ക്. Next is bran. Bran is the thin brown layer covering the rice kernel. Deshelling. Deshelling is the process of removing husk without damaging the rice kernels. Shellers or huskers. Machines used for deshelling operation of paddy is known as huskers or shellers. ഇപ്പോൾ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഷെല്ലേഴ്സാണ് ഡീഷെല്ലിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലർ, അടുത്തത് റബ്ബർ റോളർ ഷെല്ലർ, പിന്നെ ഹള്ളറാണ് നാട്ടിൻ പുറത്തൊക്കെ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലർ, റബ്ബർ റോളർ ഷെല്ലർ, പിന്നെ ഹള്ളർ. ഇത് 3ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഡീഹസ്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീഷെല്ലിങ്ങിന് വേണ്ടിയിട്ട്. അതായത് നെന്മണിയിൽ നിന്ന് നെല്ലിൻ്റെ ആ ഉമി കളഞ്ഞിട്ട് അരി വേർപ്പെടുത്തിയിരിക്കുന്ന ആ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന മെഷീൻസാണ്. അപ്പം അതിൽ ആദ്യമായിട്ട് അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം, സാധാരണ നമ്മൾ ഒരു നെന്മണി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് റബ്ബ് ചെയ്യുമ്പോഴാണ് അത് പൊളിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മണി കിട്ടുന്നത് അല്ലേ, അരിമണി കിട്ടുന്നത്. അപ്പോൾ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു സ്ലൈറ്റ് റബ്ബിങ് ആക്ഷൻ പ്രഷറോട് കൂടിയിട്ട് കൊടുക്കുമ്പോൾ നെന്മണിയിൽ നിന്ന് ഉമി വേർപ്പെട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അരി കിട്ടും. ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലർ പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2 ഡിസ്കുകളാണ് ഉണ്ടായിരിക്കുക. ആ ഡിസ്കുകളുടെ പുറത്ത് ഒരു അബ്രസീവ് കോട്ടിംഗ് ഉണ്ടായിരിക്കും, മെറ്റലിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. അതായത് ആ റബ്ബിങ്ങിൽ ഒരു പ്രഷർ വരാൻ വേണ്ടിയിട്ട്, ഒരു റഫായിട്ടുള്ള സർഫസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു 2 ഡിസ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ മുകളിലത്തെ ഡിസ്ക് സ്റ്റേഷനറി ആയിരിക്കും, അടിയിലത്തെ ഡിസ്കാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മുകളിലത്തെ ഡിസ്കിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതിൽ കൂടെയാണ് നമ്മൾ പാഡി ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഹോളിൽ കൂടെ വീഴുന്ന പാഡി ഈ അടിയിലത്തെ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീഴുമ്പോൾ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി ഇത് അതിൻ്റെ സൈഡുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ പോകുന്ന സമയത്ത് അതിൽ ഒരു വെർട്ടിക്കൽ പൊസിഷൻ, ഈ ഗ്രെയിൻ വെർട്ടിക്കൽ പൊസിഷനിലേക്ക് വരികയും ഈ 2 ഡിസ്കുകളുടെ ഇടയിൽ പെട്ടിട്ട് എന്തായാലും ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 2 ഡിസ്ക്
ഡിസ്കുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഈ ലെങ്ത് ഓഫ് ഗ്രെയിനെക്കാട്ടും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സ്ലൈറ്റ് പ്രഷറിൽ ഒരു റബ്ബിങ് ആക്ഷനും കൂടെ വരുമ്പോൾ അടിയിലത്തെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഡിസ്ക് സ്റ്റേഷനറി, അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഒരു പ്രസ്സിങ് ആക്ഷൻ വരുമ്പോൾ ഹസ്ക് വേർപെട്ട് പോവും, നമുക്ക് അരിമണി കിട്ടും, റൈസ് ഗ്രെയിൻസ് സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ പ്രോസസ്സാണ് അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലറിൻ്റെ പ്രിൻസിപ്പിൾ. ഇഫ് പാഡി ഗ്രെയിൻ ഈസ് pressed between two ends and rubbed slightly, husk splits apart and kernel emerges. Parts: 2 horizontal parallel coaxial discs with abrasive metal coating on adjacent surface. അപ്പോൾ 2 പാരലൽ ആയിട്ടുള്ള കൊയാക്സിയൽ ഡിസ്ക്സ് ആണ്, രണ്ടിൻ്റെ ആക്സിസ് ഒന്നായിരിക്കും, അതിൽ അബ്രസീവ് മെറ്റൽ കോട്ടിംഗ് ഉണ്ടായിരിക്കും. ആ 2 ഡിസ്കുകളാണ് ഈ അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലറിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗ് കണ്ടു നോക്കാം. There is a stationary upper disc with an opening at the center. Lower disc is rotating. The gap between the discs is slightly less than the length of the grains. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. Grains falling on lower disc are pulled along by its rotation and moves outward by centrifugal force. Grains come to assume a vertical position while moving towards edge on the rotating disc. At this point, a slight rubbing action is produced by the rough surface of upper disc. The husk splits into 2 halves without damaging the rice. ഇതൊക്കെയാണ് നമ്മുടെ ഈ അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലറിൽ ഉള്ള പ്രവർത്തനം നടക്കുന്നത്. നമ്മളതിൻ്റെ വർക്കിംഗ് കണ്ടു. 2 ഡിസ്കുകൾ, ഒന്ന് സ്റ്റേഷനറി, ഒന്ന് റൊട്ടേറ്റിങ്, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ സ്ലൈറ്റ് റബ്ബിങ് പ്രഷർ വരുമ്പോൾ ഈ ഗ്രെയിൻസിലത്തെ ഡീഷെല്ലിങ് ഓപ്പറേഷൻ നടക്കുകയാണ്. നമുക്ക് റൈസ് ഗ്രെയിൻസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, ഹസ്ക് ഒക്കെ വേറെ ആയിട്ട് പോകും. അതാണ് ഇതിൽ നടക്കുന്നത്. ഇനി ഈ മെഷീൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, നേട്ടങ്ങളും കോട്ടങ്ങളും ഏതൊരു മെഷീനും പഠിക്കുമ്പോൾ നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അഡ്വാൻറ്റേജസ്: സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ, ലോ റണ്ണിങ് കോസ്റ്റ്, abrasive disc coating lasts for long time, parts can be easily replaced. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ്: റിമൂവൽ ഓഫ് ജേം ഫ്രം എ സൈസബിൾ പെർസെൻറ്റേജ് ഓഫ് ഗ്രെയിൻ. ഇപ്പം ഇങ്ങനെ ഡീഷെല്ലിംഗ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ നമ്മുടെ റൈസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിൽ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നേരിട്ടിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ട്. 2 നമ്മുടെ അബ്രസീവ് സർഫസിൻ്റെ ഇടയിലാണ് നമ്മുടെ ഓരോ നെന്മണിയും ചെന്നപ്പെടുന്നത് അല്ലേ. അപ്പം ശരിക്കും ആ കറക്റ്റ് വെർട്ടിക്കൽ പൊസിഷനിൽ വന്നില്ലെങ്കിൽ പാഡിയുടെ സീഡ്സ് ഇങ്ങനെ വന്ന് വീഴുമ്പോഴത്തേനും അതിൻ്റെ കുറച്ച് പോർഷൻ അതിൽ ഈ അബ്രസീവ് സർഫസിൻ്റെ ഇടയിൽ പെട്ടിട്ട് റൈസിൻ്റെ കൂടെ കുറച്ച് പോർഷൻ, ഹസ്കിന് പുറമെ കുറച്ച് പോർഷൻ ഇതിൻ്റെയും കൂടെ പോകാനായിട്ടുള്ളൊരു സാധ്യത കുറച്ച് കൂടുതലാണ്. നെക്സ്റ്റ്, ബ്ലണ്ടിങ് ഓർ സ്പ്ലിറ്റിംഗ് ഓഫ് ലോങ്ങർ ഗ്രെയിൻസ്. നമ്മൾ ഈ ഗ്യാപ്പിന്, ഡിസ്കിൻ്റെ ഗ്യാപ്പിനെക്കാട്ടും നീളത്തിലുള്ള ഗ്രെയിൻസ് ആണെങ്കിൽ അവിടെ അത് മുറിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അബ്രഷൻ ഓഫ് ഔട്ടർ ബ്രാൻ ലെയർ. അപ്പം ഈ ഇത് നടക്കുമ്പോഴത്തേനും നമ്മുടെ അരിമണിയുടെ പുറത്തുള്ള തവിടിൻ്റെ കോട്ടിങ്, അതിനെയാണ് ബ്രാൻ ലെയർ എന്ന് പറയുന്നത്. അത് ശരിക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ, നമുക്കറിയാമല്ലോ. തവിട് നല്ല പോഷകാഹാരം ആണ്. അപ്പം അത് തവിട് വളരെയധികം നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയും കൂടെ ഈ അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലർ ഉപയോഗിച്ചിട്ട് ഡീഷെല്ലിംഗ് നടത്തുമ്പോൾ മറ്റുള്ളവനെ കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് മെഷീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള 3 കോട്ടങ്ങൾ ഇതൊക്കെയാണ്. അടുത്തത് റബ്ബർ റോളർ ഷെല്ലറാണ്. റബ്ബർ റോളർ ഷെല്ലറിൽ നമ്മൾ റബ്ബർ റോളുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലറിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് റബ്ബർ റോളർ ഷെല്ലറിനുള്ളത്. പക്ഷെ അതിന് എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും. അതാണ് റബ്ബർ റോളർ. അപ്പം നമുക്ക് റബ്ബർ റോളർ ഷെല്ലറിൻ്റെ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്നുള്ളതെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ: ഇഫ് പാഡി ഗ്രെയിൻ ഈസ് പ്രസ്ഡ് ബിറ്റ്വീൻ 2 resilient surfaces moving at different speeds in the same direction, husk will be stripped off.
രണ്ട് റെസിലിയൻറ്റ് സർഫസസുകളാണ്. രണ്ടും നമുക്ക് ആ ഒരു അബ്രസീവ് കോട്ടിങ് ഉണ്ടായിരിക്കും. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് കറങ്ങുന്നത്, പക്ഷേ ഡിഫറെൻ്റ് സ്പീഡിലാണ്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പെട്ട് പ്രസ്സായി പോകുമ്പോൾ ഈ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഹസ്ക് ഉരിഞ്ഞു മാറ്റപ്പെടുന്നു, അരിമണി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം അത് ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. നേരത്തെ നമ്മൾ അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലറിൽ കണ്ടപ്പോൾ ഒരു ഡിസ്ക് സ്റ്റേഷനറി ആയിരുന്നു, മറ്റേ അടിയിലത്തെ ഡിസ്ക് മാത്രമേ തിരിഞ്ഞിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, രണ്ട് സർഫസും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, രണ്ട് ഡിഫറെൻറ്റ് സ്പീഡിലാണ് തിരിയുന്നത്. പാഡി ഈസ് ഫെഡ് ഇൻ ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ two rubber rollers having same diameter and revolving at different angular speeds. രണ്ട് സ്പീഡിലാണ് അത് തിരിയുന്നത്. റബ്ബർ റോളർ ഷെല്ലറിൻ്റെ അഡ്വാൻറ്റേജസ്: റെഡ്യൂസ്ഡ് ബ്രേക്കേജ് ഓഫ് ഗ്രെയിൻ. ഇപ്പോൾ റബ്ബർ റോളർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതിൽ ഈയുടെ ഒരു പോർഷൻ കട്ട് ചെയ്ത് പോകണ ഒരു സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ റബ്ബർ റോളറുകളായതുകൊണ്ട് ബ്രേക്കേജിനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഈ റബ്ബർ റോളർ ഷെല്ലറുകളുടെ ഏറ്റവും മികച്ച ഒരു നേട്ടം എന്ന് പറയുന്നത്. ഔട്ടർ ലെയർ ഓഫ് ഡീഷെൽഡ് ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ്. Self-controlled processing system reducing damage to both rice and the machine. ഇത്രയാണ് റബ്ബർ റോളർ ഷെല്ലറിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതാണ്. അതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്. ഹൈ റണ്ണിങ് കോസ്റ്റ്, കോംപ്ലിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ, ട്രെയിൻഡ് ഓപ്പറേറ്റർ ഈസ് റിക്വയേർഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റബ്ബർ റോളർ ഷെല്ലറിനുള്ള ദോഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ്പെൻസീവാണ്, അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ പ്രവർത്തനത്തിന്, അതിൻ്റെ ഡിസൈനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സർവീസൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴത്തേനും നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു ട്രെയിൻഡ് ഓപ്പറേറ്റർ വേണം. അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. പക്ഷേ അഡ്വാൻറ്റേജസ് അത് പറയാനായിട്ടുള്ളത്, ബ്രാൻഡിൻ്റെ ഔട്ടർ ലെയറിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല, ബ്രേക്കേജ് വളരെ കുറവായിരിക്കും. അതൊക്കെ അതിൻ്റെ നേട്ടങ്ങളിൽ വരുന്നു. അതാണ് റബ്ബർ റോളർ ഷെല്ലർ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് എന്താണ്? റൈസ് പ്രോസസ്സിങ് ടെക്നിക്സിൽ ആദ്യമായിട്ട് നമ്മൾ പാഡിയുടെ ഉമി നീക്കം ചെയ്ത് ഹസ്ക് നീക്കം ചെയ്തിട്ട് അതിൽ നിന്ന് റൈസ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കണ്ടിരുന്നത്. അപ്പോൾ അതിൽ രണ്ട് തരം മെഷീൻസ് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഒന്ന് അണ്ടർ റണ്ണർ ഡിസ്ക് ഷെല്ലർ, രണ്ടാമത്തത് റബ്ബർ റോളർ ഷെല്ലർ, മൂന്നാമത്തത് ഹള്ളറാണ്. സാധാരണ നാട്ടിൻപുറത്തൊക്കെ ഉള്ള മില്ലുകളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് ഹള്ളർ എന്ന് പറയുന്നത്. അപ്പോൾ ഹള്ളർ എങ്ങനെയാണെന്ന് നോക്കാം. Huller consists of a solid fluted cylinder rotating at 700 to 800 rpm within a hollow stationary cylinder. A perforated iron sieve with slots of 1.5 to 7.5 mm size is provided in the lower half. The fluid on the cylinder carry paddy to the center from feeding end. At the center, paddy is shelled by scoring action and carried to the discharge end. അപ്പം നമ്മുടെ ഹള്ളറിൽ ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്, അതൊരു ഹോളോ സിലിണ്ടറിൻ്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലോവർ പോർഷനിലായിട്ട് ഒരു വയർ സ്ക്രീൻ പോലുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഈ ഹള്ളറിൽ വീഴുന്ന ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് ഒരെണ്ണം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റേത് സ്റ്റേഷനറിയാണ്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടെ ഈ പാഡി നമ്മൾ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ റബ്ബിങ് ആക്ഷൻ മൂലം ഡിഹസ്കിങ് നടക്കുകയാണ്. ആ വേർതിരിഞ്ഞത് എല്ലാം കൂടിയിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ടല്ല. നമുക്കിതിൽ ബിൽറ്റിൻ ഫാൻസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഹസ്കും, അതായത് ഉമിയും തവിടും അരിയും പൊടിഞ്ഞ അരിയും എല്ലാം കൂടി ചേർന്ന ഒരു മിശ്രിതമാണ് പുറത്തേക്ക് കിട്ടുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അത് പിന്നെ സീവുകളിൽ കൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് അരിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അതാണ് ഹള്ളറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക്. അഡ്വാൻറ്റേജസ്: low investment, made in India, needs small space, simple design, can be used as whitener or polisher. അപ്പം ഈ ഹള്ളറിന് നമ്മൾ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ഡിസൈനൊന്നുമില്ല, സ്ഥലം വളരെ കുറവ് മതി. പിന്നെ ഇത് തന്നെ നമുക്ക് ഒന്നും കൂടെ അതിലേക്ക് നമ്മൾ ഈ ഡീഷൽ ചെയ്ത പാഡിയും ഹസ്കൊക്കെ കൂടി വരുന്ന ആ മിശ്രിതത്തിൽ നിന്ന് സീവുകളിൽ കൂടെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ
ഈ അരി വേർതിരിച്ചെടുക്കുന്നത്. ആ എടുത്ത അരിനെ ഒന്നും കൂടെ ഈ ഹള്ളറിക്ക് കടത്തി വിടുകയാണെങ്കിൽ 1-2 പ്രാവശ്യം കടത്തി വിട്ടാൽ നമുക്ക് ആവശ്യമുള്ള വൈറ്റനിങ് നടത്തിയിട്ട് എടുക്കാൻ പറ്റും. ചിലർക്ക് റെഡിഷ് ആയിട്ടുള്ള അരി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല വെളുത്ത അരി ആയിട്ടിരിക്കും ഇഷ്ടം. അപ്പോൾ അത് ഓരോ പ്രാവശ്യം കടത്തി വിടുന്നതിനനുസരിച്ച് ആ ബ്രാൻ ലെയർ സ്കോർ ചെയ്ത് പോയിട്ട് നമുക്ക് നല്ല വൈറ്റ് പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് കിട്ടും. അപ്പോൾ ഹള്ളർ ഒരു വൈറ്റനിങ് ഓപ്പറേഷനും കൂടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ബ്രോക്കൺസ്, വളരെയധികം ബ്രോക്കൺസ് വളരെ കൂടുതലായിരിക്കും ഇതിൽ. ബ്രാൻ ലെയർ ഈസ് ലോസ്റ്റ് കൺസിഡറബിളി, വളരെ അധികമായിട്ട് തവിട് ഇതിൽ നഷ്ടപ്പെടും. ജേംസ്, ബ്രാൻ, ഹസ്ക് ആർ മിക്സ്ഡ് ടുഗദർ, എല്ലാം കൂടിയിട്ടുള്ള അരിയും തവിടും ഉമിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് നമുക്ക് കിട്ടുക. പിന്നെ ഹൈ പവർ കൺസംഷൻ, ഇതിന് പവർ കൺസംഷൻ വളരെ കൂടുതലാണ്. റൈസ് ആൻഡ് പാഡി കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ദ മെഷീൻ, ഈ ഹള്ളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മിശ്രിതം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അത് വേറെ പിന്നെ സീവുകളിൽ കൂടെ കടത്തി വിട്ടിട്ട് അരിപ്പകളിൽ കൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ മെഷീന് തന്നെ ചെയ്യാൻ പറ്റും. മറ്റേലൊക്കെ ബിൽറ്റിൻ ഫാൻസ് വെച്ചിട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ ഹസ്കിൻ്റെ പോർഷൻ മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് റൈസ് ഗ്രെയിൻ തന്നെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഹസ്കിങ് ഓർ ഷെല്ലിംഗ് ഓപ്പറേഷൻ ഓഫ് പാഡി എന്നുള്ളത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ വൈറ്റനിങ് ഓഫ് റൈസ്, അരിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കുക. അതല്ലേ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഡീഹസ്കിങ്ങിന് ശേഷം കിട്ടുന്ന അരി എന്ന് പറയുന്നത് ബ്രൗൺ ഷെയ്ഡ് വളരെ കൂടുതലായിരിക്കും, കുറച്ചും കൂടെ ഒരു റഫായിരിക്കും. ഈ ബ്രാൻ ലെയർ ആയതുകൊണ്ട് അതുമ്പോൾ തൊടുമ്പോൾ നമുക്കറിയാം വളരെ റഫായിരിക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് നമ്മൾ ഒരു ടേസ്റ്റും കൂടെ പ്രിഫർ ചെയ്യുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ ഈ ബ്രാൻ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് വളരെ തവിട് കട്ടിയുള്ളതുകൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല പോഷകാഹാരമാണ്, ന്യൂട്രീഷ്യസ് വാല്യൂ ഒക്കെ കൂടുതലാണ്, എങ്കിൽ കൂടിയിട്ട് നമുക്ക് നേരിട്ട് അത് കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് തവിടിൻ്റെ ഒരു ലെയർ കളയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം അതുകൊണ്ട് മുഴുവൻ വെളുപ്പിച്ചെടുക്കാതെ ഒരു സ്ലൈറ്റ് ഒരു വൈറ്റനിങ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. അതല്ല തീരെ ചിലർക്ക് അതിൻ്റെ കളർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെളുപ്പിക്കണതുണ്ട്. അപ്പോൾ വൈറ്റനിങ് അല്ലെങ്കിൽ പോളിഷിംഗ് എന്ന് പറയാം, കുറച്ചും കൂടെ നല്ലൊരു ടേം വൈറ്റനിങ് ഓഫ് റൈസ് ആണ്. വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ പരിചയപ്പെടാൻ പോകുന്നത്. റിമൂവൽ ഓഫ് ബ്രാൻ ലെയർ ഫ്രം റൈസ് ഗ്രെയിൻസ് ടു ഗിവ് എ പോളിഷ്ഡ് അപ്പിയറൻസ് ആൻഡ് ഓൾസോ മേക്ക് ഇറ്റ് ഈസിലി ഡൈജസ്റ്റഡ് ഈസ് കോൾഡ് വൈറ്റനിങ് ഓഫ് റൈസ്. ടൈപ്സ് ഓഫ് വൈറ്റ്നേഴ്സ്: ഫ്രിക്ഷൻ ടൈപ്പ്, grinding type, combination of friction and grinding type. Friction type whitener, grinding type whitener, combination of friction and grinding type. അങ്ങനെ 3 ടൈപ്പ് വൈറ്റ്നേഴ്സ് ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഫ്രിക്ഷൻ ടൈപ്പ് വൈറ്റ്നറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രിക്ഷൻ ടൈപ്പ് വൈറ്റ്നർ പെരിഫറൽ സ്പീഡ് 300 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. പ്രഷർ 500 gram per square centimeter. ഹള്ളേഴ്സ് കം അണ്ടർ ദിസ് ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹള്ളറാണ്, ആ ഹള്ളർ ഈ ഗ്രൂപ്പിലാണ് പെടുന്നത്. ഫ്രിക്ഷൻ ടൈപ്പിൽ 2 or 4 ഹള്ളേഴ്സ് ആർ യൂസ്ഡ് ഇൻ സീരീസ് ടു അച്ചീവ് റിക്വയർഡ് വൈറ്റനിങ്. 2 or 4 ആയിട്ട്, അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്കായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വൈറ്റനിങ് കിട്ടും. അതാണ് ഫ്രിക്ഷൻ ടൈപ്പ് വൈറ്റ്നർ. അപ്പോൾ ഹള്ളർ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫ്രിക്ഷൻ ടൈപ്പ് വൈറ്റ്നറിന് ഏറ്റവും മികച്ച എക്സാമ്പിൾ ഹള്ളറാണ്. നമ്മൾ ഡീഹസ്കിങ്ങിന് ഉപയോഗിച്ച അതേ ഹള്ളർ തന്നെയാണ്. അതിൽ കൂടെ അടുത്ത് 1-2 പ്രാവശ്യം കൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് പാഡി ഗ്രെയിനിൽ നിന്ന് കിട്ടിയ റൈസ് അതിൻ്റെ ഔട്ടർ ബ്രാൻ ലെയർ കുറച്ചൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല പോളിഷ്ഡ് സർഫസിലുള്ള അതായിട്ട് കിട്ടും. അതാണ് നമ്മുടെ ഹള്ളർ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ ടൈപ്പ് വൈറ്റ്നറാണ്. നെക്സ്റ്റ് ഈസ് ഗ്രൈൻഡിങ് ടൈപ്പ് വൈറ്റ്നേഴ്സ്. ഗ്രൈൻഡിങ് ടൈപ്പ് വൈറ്റ്നേഴ്സിൻ്റെ പെരിഫറൽ സ്പീഡ് എന്ന് പറയുന്നത് 900 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. പ്രഷർ എന്ന് പറയുന്നത് 200 gram per square centimeter ആയിരിക്കും. അതിൽ 2 തരം ഉണ്ട്, 2 ടൈപ്സ്. ഒന്ന് വെർട്ടിക്കൽ കോൺ റൈസ് വൈറ്റ്നറും മറ്റേത് ഹൊറിസോണ്ടൽ റൈസ് വൈറ്റ്നറും. വെർട്ടിക്കൽ കോൺ റൈസ് വൈറ്റ്നർ, ഇപ്പോൾ വെർട്ടിക്കൽ കോൺ റൈസ് വൈറ്റ്നറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരു കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു സ്തൂപികയുടെ ആകൃതി. അതിൻ്റെ ഒരു മുറിച്ച ഒരു മേൽഭാഗം മുറിച്ച് കഴിയുമ്പോൾ അതിനെ ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറയും അല്ലേ. അത് ഇൻവേർട്ടഡ് പൊസിഷനിൽ വെക്കുന്ന ആ ഒരു അത്തരത്തിലുള്ള ഒരു സിലിണ്ടറാണ്
നമ്മുടെ ഈ വെർട്ടിക്കൽ കോൺ റൈസ് വൈറ്റ്നർ ഉള്ളത്. അതുകൊണ്ടാണ് അതിന് വെർട്ടിക്കൽ കോൺ റൈസ് വൈറ്റ്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെർട്ടിക്കൽ സ്പിൻഡിലുമേ ഈ ഫ്രസ്റ്റം ഷേപ്പിലുള്ള കോണിന്റെ ഫ്രസ്റ്റം ഓഫ് കോൺ എന്നുള്ള ആ ഷേപ്പിലുള്ള സിലിണ്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ക്രിബിന്റെ ഉള്ളിലാണ് ഒരു ഇരുമ്പ് വലയിട്ടിട്ടുള്ള ഒരു കൂടിൻ്റെ ഉള്ളിലാണ് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലേക്കുള്ള ഗ്യാപ്പിലേക്കാണ് നമ്മൾ ഈ പാഡി ഫീഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സ്കോറിങ് ആക്ഷൻ മൂലം അതിൽ നിന്ന് ഹസ്ക് വേർപെട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. ഇതിൻ്റെ മെയിൻ പാർട്സ് ആർ ആൻ ഇൻവേർട്ടഡ് കാസ്റ്റ് അയൺ കോണിക്കൽ റോട്ടർ. അത് ഫ്രസ്റ്റം ഓഫ് കോൺ ആണ് അതിൻ്റെ ഷേപ്പ്. ഒരു വെർട്ടിക്കൽ സ്പിൻഡിൽ ഉണ്ടായിരിക്കും. A crib lined with wire screen or perforated metal sheets, rubber brakes. ഇതിന്റെ പ്രവർത്തനം വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻവേർട്ടഡ് കോണിക്കൽ ഫ്രസ്റ്റം ഷേപ്ഡ് റോട്ടർ റിവോൾവ്സ് ഓൺ ദ വെർട്ടിക്കൽ സ്പിൻഡിൽ ഇൻസൈഡ് ദ ക്രിബ്. ഇപ്പൊ ക്രിബിന്റെ ഉള്ളിലാണ് ഈ കോണിക്കൽ ഷേപ്പിലുള്ള റോട്ടർ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. റോട്ടർ ഈസ് കവേർഡ് വിത്ത് അബ്രസീവ് മെറ്റീരിയൽ. അതുമ്പോൾ നല്ല ഘർഷണത്തിന് വേണ്ടിയിട്ട് അബ്രസീവ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. റബ്ബർ ബ്രേക്സ് പ്ലേസ്ഡ് വെർട്ടിക്കലി ആൻഡ് ഈക്വലി സ്പേസ്ഡ് പ്രൊട്രൂഡ് ഇൻ ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കോൺ ആൻഡ് ദ ക്രിബ്. The in-between space is thus divided into a number of equal segments. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം ഒരു വെർട്ടിക്കൽ സ്പിൻഡിലുമേ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റോട്ടർ, അതൊരു കോണിന്റെ അടിഭാഗം മുറിച്ചു മാറ്റി, കോണിന്റെ മേൽഭാഗം മുറിച്ചു മാറ്റി ബാക്കി പോർഷനാണ്. അത് ഇൻവേർട്ടഡ് ഷേപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പം മുകളിൽ ഗ്യാപ്പ് കുറവും അടിയിലേക്ക് ഗ്യാപ്പ് കൂടുതലായിരിക്കും. അതൊരു ക്രിബ്, ഒരു ഇരുമ്പ് വലക്കൂടിന്റെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിലേക്ക് റബ്ബർ ബ്രേക്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ റബ്ബർ ബ്രേക്സ് ഈക്വലി സ്പേസ്ഡ് ആയിട്ടാണ് വെക്കുക. അപ്പം ഇതിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിനെ, അതായത് ക്രിബിന്റെയും റോട്ടറിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെ കുറച്ച് ഈക്വൽ സെഗ്മെന്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ഉള്ളിൽ കൂടെയാണ് പാഡി വീഴുന്നത്. ദ ഡീഷെൽഡ് റൈസ് enters the gap and is dragged along the rough surface of rotating cone. The rubber brakes tend to stop the grains and pile up them. The grains pressed up against the brakes undergo a strong swirling action. Abrasive surface of cones surrounding grains and lining of crib causes the scoring action and whitens the rice grains. Due to their own weight, the grains sink lower and lower and are expelled out. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ കോൺ റൈസ് വൈറ്റ്നറിൽ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള റബ്ബിംഗ് ആക്ഷനാണ് നടക്കുന്നത്. ഒന്ന് ഈ റൊട്ടേറ്റിംഗ് കോണിന്റെ പുറത്തുള്ള അബ്രസീവ് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ക്രിബുമ്മ ഉണ്ട്. ക്രിബുമ്മ വയർ മെഷുകളോ അല്ലെങ്കിൽ പെർഫറേറ്റഡ് മെറ്റൽ ഷീറ്റ്സോ ആണ് വെച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ ഈ റബ്ബർ ബ്രേക്സ് വെച്ചിട്ടുള്ളത് ഈ താഴോട്ട് വീഴുന്ന ഗ്രെയിൻസിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് വീഴുന്നത് ഒന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കുമ്പോൾ അതൊന്ന് മോളിലേക്ക് പൈലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. അപ്പോഴും ഒരു റബ്ബിംഗ് ആക്ഷൻ വരും. പിന്നെ ഓരോ ഗ്രെയിനും സറൗണ്ടിങ് ഗ്രെയിൻസുമായിട്ട് ഒരു റബ്ബിംഗ് ആക്ഷൻ വരും. ഇങ്ങനെ ഈ 3 തരത്തിലുള്ള റബ്ബിംഗ് ആക്ഷനുകളിലൂടെ താഴോട്ട് എത്തുമ്പോഴേക്കും എന്തുണ്ടാവും, അതിൻ്റെ പുറത്തുള്ള ആ ഒരു ബ്രാനിൻ്റെ ലെയറൊക്കെ ഒരുവിധം റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഓൺ വെയിറ്റ് കൊണ്ട് അത് താഴോട്ട് വരും. പിന്നെ അവിടെ നിന്ന് അതിനെ പുറത്തേക്ക് ഡിസ്ചാർജ് എൻജിൽ കൂടെ അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? വോൺ ഔട്ട് പാർട്സ് ക്യാൻ ബി ഈസിലി റീപ്ലേസ്ഡ് ലോക്കലി. അതാണ് ലോക്കലായിട്ട് നമുക്ക് ആ പാർട്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ലോ മെയിൻ്റനൻസ് കോസ്റ്റ്. Grains of any variety, shape, size or texture can be whitened by adjusting the RPM, position of cone, brakes, changing crib linings, etc. Built-in fans separate bran from rice and no additional sieving needed. അപ്പോൾ അതിൻ്റെ കൂടെ ബിൽറ്റിൻ ഫാൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് വേറെ അരിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ബ്രാനിനെയൊക്കെ ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും അതൊക്കെ പറന്നു പോയിക്കോളും. Simple in design and working parts are accessible. Cost and performance are appreciable. ഇതൊക്കെയാണ് ഇതിൻ്റെ വെർട്ടിക്കൽ കോൺ റൈസ് വൈറ്റ്നറിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് ഇതിൻ്റെ കോട്ടണിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. വെരി ഹെവി ആൻഡ് ലാർജ് ഇൻ സൈസ്. ഭാരം വളരെ കൂടുതലാണ്. ഭാരം വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇനേർഷ്യ കൂടുതലായിരിക്കും. ഡ്യൂ ടു ഹൈ ഇനേർഷ്യ അഡീഷണൽ സ്റ്റാർട്ടേഴ്സ് ആർ നീഡഡ്. അപ്പോൾ തുടക്കത്തിൽ ഇതിനെ ഒന്ന് കറക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടേഴ്സ് വേറെ വേണ്ടി വരും. പിന്നെ ഹൈ പവർ റിക്വയർമെൻറ്റ്. ഇതൊക്കെയാണ് വെർട്ടിക്കൽ കോൺ റൈസ് വൈറ്റ്നറിൻ്റെ
കുറച്ച് ദോഷങ്ങൾ എന്ന് പറയാനുള്ളത്. അടുത്തത് ഹൊറിസോണ്ടൽ റൈസ് വൈറ്റ്നർ ആണ്. ഹൊറിസോണ്ടൽ റൈസ് വൈറ്റ്നറിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്സ് ഒരു ഇൻലെറ്റ് ഉണ്ടായിരിക്കും, ഇൻലെറ്റിൽ ഒരു വാൽവ് ഉണ്ടായിരിക്കും, പ്രഷർ റെഗുലേറ്റർ ഉണ്ടായിരിക്കും, റിവോൾവിംഗ് റോൾ ഉണ്ടായിരിക്കും, പിന്നെ പെർഫറേറ്റഡ് സ്റ്റീൽ സിലിണ്ടർ, ഔട്ട്ലെറ്റിലും വാൽവ് ഉണ്ടായിരിക്കും. അപ്പൊ ഇൻലെറ്റിൽ വാൽവ്, ഔട്ട്ലെറ്റിൽ വാൽവ്, ഒരു റിവോൾവിംഗ് റോള്, പെർഫറേറ്റഡ് സ്റ്റീൽ സിലിണ്ടർ, പ്രഷർ റെഗുലേറ്റർ, ഇതൊക്കെയാണ് ഒരു ഹൊറിസോണ്ടൽ റൈസ് വൈറ്റ്നറിന്റെ പാർട്സ്. ഇനി അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രെയിൻ എൻറ്റേഴ്സ് ദ ഇൻലെറ്റ്, പാസ് ത്രൂ ദ സ്പേസ് ബിറ്റ്വീൻ റിവോൾവിംഗ് റോൾ ആൻഡ് പെർഫറേറ്റഡ് സിലിണ്ടർ. അപ്പൊ ഇതൊരു ഹൊറിസോണ്ടൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിലൊരു സിലിണ്ടർ ഉണ്ടായിരിക്കും, സിലിണ്ടറിന്റെ നടുക്കായിട്ട് ഒരു റിവോൾവിംഗ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരിക്കും. അപ്പൊ ഗ്രെയിൻ വന്ന് ഇൻലെറ്റിൽ കൂടെ വീണ ഗ്രെയിൻ ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ grains are ground by the abrasive surface. റിവോൾവിംഗ് റോളുകളും പെർഫറേറ്റഡ് സിലിണ്ടറുമുള്ള അബ്രസീവ് സർഫസുകളും തട്ടിയിട്ടാണ് സ്കോറിംഗ് നടക്കുന്നത്. വൈറ്റൻഡ് റൈസ് ഈസ് ഡിസ്ചാർജ് ഫ്രം ഔട്ട്ലെറ്റിൽ കൂടെയാണ് നമ്മുടെ വൈറ്റൻ ചെയ്ത് കിട്ടുന്ന റൈസ് പുറത്തു പോകുന്നത്. വാൽവ്സ് ആർ പ്രൊവൈഡഡ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടു കൺട്രോൾ ദ ഫ്ലോ. അപ്പൊ ഈ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഓരോ വാൽവുകളുണ്ട്. A pressure regulating mechanism regulates the grain pressure. Grain pressure ne control ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസം വേറെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. The abrasive roller rotates at a velocity of 800 meter per minute ആണ്. A control mechanism and abrasive roller helps the forward motion of grains. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ റൈസ് വൈറ്റ്നറിൽ ഒരറ്റത്ത് കൂടെ ഇടണം, മറ്റേറ്റത്ത് കൂടെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതിനൊരു മറ്റേത് മോളിൽ നിന്ന് താഴോട്ടാകുമ്പോൾ ബൈ ഗ്രാവിറ്റി അത് താഴോട്ട് ഗ്രെയിൻസ് താഴോട്ട് വീണുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു മോഷൻ നടക്കണമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അബ്രസീവ് റോളറിന് പുറമെ ഒരു കൺട്രോൾ മെക്കാനിസം കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഫോർവേഡിലേക്കുള്ള ഗ്രെയിനിൻ്റെ മോഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് റൈസ് വൈറ്റനിങ്. പിന്നെ കോമ്പിനേഷൻ ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ഗ്രൈൻഡിങ് ടൈപ്പ് അത് അത്ര പ്രചാരത്തിലില്ല. അപ്പം അത് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇതാണ്. ഫ്രിക്ഷൻ ടൈപ്പിൽ നമ്മൾ ഹള്ളർ പറഞ്ഞു, ഗ്രൈൻഡിങ് ടൈപ്പിൽ വെർട്ടിക്കൽ കോൺ റൈസ് വൈറ്റ്നറും ഹൊറിസോണ്ടൽ റൈസ് വൈറ്റ്നറും ആണുള്ളത്. അപ്പം നമ്മൾ ഇന്ന് കണ്ടത് റൈസ് പ്രോസസ്സിങ്ങിൽ അതിൻ്റെ ഡീഹസ്കിങ്, നെല്ലിൽ നിന്ന് അരിയെ എങ്ങനെ വേർപ്പെടുത്താം, അതിനെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാം, ഈ രണ്ട് ആക്ഷന് വേണ്ടിയിട്ട്, അതായത് ഡീഷെല്ലിംഗ് ഓർ ഡീഹസ്കിങ് ഓഫ് പാഡി ആൻഡ് വൈറ്റനിങ് ഓഫ് റൈസ്, ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് നമ്മൾ ഈ വോളിയത്തിൽ പരിചയപ്പെട്ടത്. അടുത്ത വോളിയത്തിൽ നമുക്ക് പാർബോയിലിംഗ് ഓഫ് പാഡി പരിചയപ്പെടാം. എല്ലാവർക്കും നന്ദി. ഓക്കെ.